അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ മസാല ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്. അതിന് പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് വാജിക്കറി ആക്കാം. എണ്ണ നല്ലോണം കായിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുകിടാം. അതിന് പച്ചക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നുണ്ട് കടുക് അച്ചാൻ വേണ്ടിയിട്ട്. കടുകും കരിയാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട്. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പ്, ഒരു മീനുള്ളി, 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. നന്നായി ഒന്നിട്ട് ഇളക്കാം. 2 പച്ചമുളകാന്ന് വെച്ചത്. എരിവ് നല്ലോണമെങ്കിൽ മസാല ദോശക്ക് എല്ലാം തിന്നാൻ പറ്റും കുട്ടികൾക്ക്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിത് വെന്തോന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടക്കണം. കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇത് ഉടക്കാം. മസാല ദോശ കൂടെ ഞാനിതാ അടുപ്പിട്ട് വെക്കുന്നുണ്ട്. നല്ലോണം ചൂടാവിട്ട്. മസാല ദോശക്ക് 1/2 കിലോ പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 1 ചെറിയ സ്പൂണ് ഉലുവ, അതും കൂടി നന്നായി രാത്രി അരച്ച് വെച്ച് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ മസാല ദോശ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതാ. ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ട് പശു നെയ്യ് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വാജിക്കറി ഇടുന്നുണ്ട്. അടിപൊളി എന്താ മസാല ദോശ ഇതാ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നല്ല രസമുണ്ടോ നോക്കട്ടെ, ഒന്ന് തിന്ന് നോക്കട്ടെ. ബിസ്മില്ലാ. സൂപ്പർ. പിന്നെ മക്കളെ എൻ്റെ വീഡിയോ ഒക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.